ശ്രീ സേനാപതി വേണു, ഇതിലൊരു വിൽഫുൾ നെഗ്ലിജൻസ് എന്ന് പറയുന്ന ഘടകം അടങ്ങിയിട്ടുണ്ട്. അതായത് വളരെ കൃത്യമായി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ പോയി എന്നുള്ള ഒരു പ്രതികരണം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് കൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുമോ? ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെടുകയാണ്, AIADMK ആവശ്യപ്പെടുന്നുണ്ട്, BJP ആവശ്യപ്പെടുന്നുണ്ട്, ഒപ്പം തന്നെ TVKയും ഇതിൽ ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്നുള്ളൊരു ഏജൻസി അന്വേഷിക്കുന്നതല്ലേ ഉത്തമം? ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് നമ്മൾ പുല്ലുമേട് ദുരന്തം ഉണ്ടായപ്പോഴും ഒക്കെ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിക്കുന്നു. 5-10 കൊല്ലം കഴിയുമ്പോഴത്തേക്കും അതിന്റെ റിപ്പോർട്ട് കൊടുക്കുന്നു. അതിലൊന്നും ഇനി ഒരു പ്രസക്തിയില്ല. അതൊക്കെ എന്താ പറഞ്ഞ ഇപ്പൊ ഒരു മുഖം രക്ഷിക്കൽ എന്നുള്ള ഒരു ഭാഗം എന്നുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു പൊളിറ്റിക്സിനെ ചർച്ച ചെയ്യുമ്പോൾ ഇനി അങ്ങോട്ട് വിജയെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറഞ്ഞ ക്രൂഷ്യലായ ദിവസങ്ങളാണ്. കാരണം ഈ തമിഴ് പൊളിറ്റിക്സിന്റെ ഒരു ചിത്രം ഇതാണ്. ഈ മാസായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇതുപോലുള്ള ആഘോഷങ്ങളുമായി റാലികളുമായിട്ട് കടന്നു ചെന്ന് ആളുകളെ ഇങ്ങനെ ആകർഷിക്കുക, കൂടുതലായ ആളുകളെ അടുപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വരാൻ പോകുന്ന ആദ്യത്തെ അപകടം മദ്രാസ് ഹൈക്കോടതി അതുപോലെ തന്നെ മറ്റു കോടതികളും ഒക്കെ ഈ കാര്യത്തെക്കുറിച്ച് ഇനിയിപ്പോ ഇടപെടലുകൾ ഉണ്ടാവും. അപ്പൊ ഇനി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, ഇപ്പൊ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ എന്നാകട്ടെ, ഇനി ഈ റാലികൾ തുടരാനായിട്ട് ഇദ്ദേഹത്തിന് കഴിയുമോ? തുടരുമെങ്കിൽ അപ്പോൾ വളരെ കർശനമായ എന്താ പറഞ്ഞ നിയന്ത്രണങ്ങൾ ഉണ്ടാവും. വരാൻ പറ്റുന്ന ആളുകൾ, പങ്കെടുക്കാൻ പറ്റുന്ന ആളുകൾ, ഇല്ലെങ്കിൽ ഏതാണ് അതിന്റെ വെന്യൂ, ഇതിലെല്ലാം വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അപ്പോ ഇത്രയും ദിവസം സ്വാഭാവികമായ രീതിയിൽ വന്ന ഈ ഒഴുകിയെത്തിയ ആൾക്കൂട്ടത്തെ ഇനി അത് കൊണ്ടുവരാനായിട്ട് കഴിയുകയുമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുമ്പിലെ ഒന്നാമത്തെ വെല്ലുവിളി. 2, ഇവിടെ സൂചിപ്പിച്ച പോലെ ഇപ്പം ഞാൻ താമസിക്കുന്ന ഇടുക്കി ജില്ലയിലെ പാറത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് വിജയ് ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്തും വിജയ് ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. അതൊക്കെ സിനിമയെ ആരാധിക്കുന്ന കുറെ ആളുകൾ, അവരാരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരോ പൊളിറ്റിക്കൽ കേഡറുകളോ അല്ല. വിജയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ അടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത് അദ്ദേഹം ഭരണത്തിലേക്ക് പോകാനുള്ള ഒരു താല്പര്യത്തിന്റെ പേരിലാണ്. 239 സീറ്റുകളുണ്ട്. 239 സീറ്റിലും ഇദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റത്തില്ലല്ലോ. വിജയ സാധ്യതയുള്ള ഇപ്പൊ DMKയും അല്ലെങ്കിൽ ഇപ്പൊ അണ്ണാ-DMKയുടെ OPS EPS, ഇനി അണ്ണാമലയുടെ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇവർക്കൊക്കെ പ്രാദേശികമായിട്ട് ശക്തിയുള്ള പ്രദേശങ്ങളിൽ ഇവരുടെ പ്രഭാവത്തെ വെല്ലുന്ന 239 സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം. അത് വിത്തിൻ 6-3-18 180 ദിവസത്തിനുള്ളിൽ കണ്ടെത്തണം. ഇനി വിജയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഏതായാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ കേസിന്റെ ഒരു വൈകാരിയസ് ലൈബിലിറ്റി തുടർ ദിവസങ്ങളിൽ ഇനിയിപ്പോ ജുഡീഷ്യൽ കമ്മീഷൻ പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിച്ചാലും അല്ലെ CBIയുടെ പോലീസിന്റെ അന്വേഷണമാണെങ്കിലും ഇദ്ദേഹം ഈ കേസിൽ പ്രതിയാകും എന്നുള്ളൊരു അപ്പൊ നിയമക്കുരുക്കിലേക്ക് ഒരു ഭാഗത്ത് ഇദ്ദേഹത്തെ കുരുക്കിയിടും. ഇദ്ദേഹത്തിന്റെ പാർട്ടിക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനോ ആൾക്കൂട്ടങ്ങളുടെ മീറ്റിങ്ങുകളോ, കാരണം മീറ്റിംഗ് തുടങ്ങുമ്പോഴേക്കും നിയന്ത്രണങ്ങൾ ഉണ്ടാവും. നാമക്കല്ലും അതുപോലെ തന്നെ കരൂരും മുന്നറിയിപ്പായി ആളുകൾ കൂട്ടം കൂടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കൂട്ടം കൂടുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാവും. അപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്നലെ ഉണ്ടായ ദുരന്തം അത് ജോസഫ് വിജയ് എന്ന ദ്രവീഡിയൻ എന്ന ആക്ട് ചെയ്യുന്ന, ദ്രവീഡിയൻ അല്ലാത്ത, ദ്രവീഡിയൻ കൾച്ചറിന് വേണ്ടി നിലകൊള്ളുന്ന വിജയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ലൈഫിൽ അതൊരു കരിനിഴലാണ്. ഒരുപക്ഷെ രജനീകാന്ത് തിരിച്ചു പോയ പോലെ സിനിമാ രംഗത്തേക്ക് തന്നെ വർഷത്തിൽ 1-2 ചിത്രങ്ങളുമായിട്ട് മാറാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നു. കാരണം തമിഴ്നാട് പൊളിറ്റിക്സിൽ ഒറ്റ എൻട്രി ഉള്ളൂ. ആ എൻട്രി വിജയിച്ചില്ല എങ്കിൽ അത് MGR വിജയിച്ചു, ജയലളിത വിജയിച്ചു, ബാക്കി ഒരു സിനിമാ നടന്മാർക്കും അത് പറ്റിയില്ല. അവർക്കൊക്കെ 5-6 സീറ്റും അല്ലെങ്കിൽ 2-10. ഇപ്പോ ഇവിടെ സൂചിപ്പിച്ച പോലെ വിജയകാന്ത് ഒരു കാലത്ത് പ്രതിപക്ഷ നേതാവ് വന്നെന്ന് പറഞ്ഞാൽ ഭരണപക്ഷിക്ക് 240-250 സീറ്റ് കിട്ടി, ഇവർക്ക് 10 സീറ്റ് കിട്ടി, ബാക്കി ആർക്കും കിട്ടാത്തത് കൊണ്ടാണ് പ്രതിപക്ഷമായി വന്നത്. അങ്ങനെ പോലും എൻട്രി വരുമ്പോൾ ആ ഒറ്റ എൻട്രിയേ ഉള്ളൂ. ആ എൻട്രിയുടെ ഓപ്പണിങ് അത് ക്ലീൻ ബൗളായി ഔട്ടായോ എന്ന് ഒരു സംശയം. അത് വരുന്ന ഒരു 2-3 ആഴ്ചയ്ക്കകം അതിന്റെ റിസൾട്ട് പുറത്തു വരും. ഏതായാലും ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ തമിഴ്നാട് രാഷ്ട്രീയത്തെ വളരെ അടുത്ത് നിന്ന് കാണുന്ന, കാരണം ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഈ പാർട്ടിയിലും തമിഴ് പാർട്ടികളിലും ഒക്കെ ഉള്ളതുകൊണ്ട് ആ രാഷ്ട്രീയത്തെ കാണുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നു, വിജയ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ ആ പൊളിറ്റിക്കൽ മോഹം അത് വിജയിക്കാനുള്ള സാധ്യത വളരെ, അത് 50% താഴോട്ട് പോന്നിരിക്കുന്നു. അപ്പൊ ഈ മുകളിലേക്ക് കയറുക എന്നുള്ളത് വളരെ അസാധ്യമായ ഒരു കാര്യമാണ്. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് അഡ്വക്കേറ്റ് സേനാപതി വേണു പറയുന്നത് DMKക്ക് ഒരു ഭീഷണിയായി ഇനി വിജയ് തലപൊക്കില്ല എന്ന ഒരു നിരീക്ഷണമാണ് കോൺഗ്രസിന്റെ പ്രതിനിധി മുന്നോട്ട് വെക്കുന്നത്.